കിടക്കുക, ഒന്ന് ബോഡി ഒന്ന് റിലാക്സ് ആക്കി വെക്കും. എന്നിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ പവർ കൊടുത്തിട്ട് ഒരു കാല് ജസ്റ്റ് പിടിക്കുക. അത് നമുക്ക് ബോഡിനോട് ഇങ്ങനെ ചേർത്തൊന്ന് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാലിൽ ഇവിടെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്യുക. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. വീണ്ടും ഒരുപാട് റിലാക്സ്, ഫ്ലെക്സിബിലിറ്റി, വയറ് കുറയാൻ, നടുവിൻ്റെ വേദന എല്ലാം മാറുന്നതാണ്. അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ കണ്ണയിലോട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി കൂടെ നന്നായിട്ട് ഇങ്ങനെ ശ്വാസം എടുത്ത് മുകളിലോട്ട് നോക്കാം. നമ്മൾ തിരിഞ്ഞ് കിടന്ന് കഴിയുമ്പോൾ ആദ്യം നമ്മളുടെ നടുവൊന്ന് നോക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കൈ പതുക്കെ ഈ കാലിൻ്റെ പുറകിൽ എത്തിക്കുക. പക്ഷെ ദണ്ഡാസനം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചൊരു കാര്യം കൂടെ ചെയ്താൽ ബോഡിയിലെ ആ ഒരു നമ്മുടെ സിസ്റ്റം ഒക്കെ ഒന്ന് ശരിയാവുള്ളൂ. വയറ് കുറയാണ്, ശരീരം നല്ല ഫ്ലെക്സിബിലിറ്റി ആവാൻ നല്ലതാണ്. പക്ഷെ ദണ്ഡാസനം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചൊരു കാര്യം കൂടെ ചെയ്താൽ ബോഡിയിലെ ആ ഒരു നമ്മുടെ സിസ്റ്റം ഒക്കെ ഒന്ന് ശരിയാവുള്ളൂ. അപ്പോൾ അത് രണ്ടുമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഈ വീഡിയോ നിങ്ങളൊന്ന് പരിശീലിക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആണ്. നമുക്ക് വച്ച് കിടക്കുക, ഒന്ന് ബോഡി ഒന്ന് റിലാക്സ് ആക്കി വെക്കും. എന്നിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ പവർ കൊടുത്തിട്ട് ഒരു കാല് ജസ്റ്റ് പിടിക്കുക. അത് നമുക്ക് ബോഡിനോട് ഇങ്ങനെ ചേർത്തൊന്ന് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാലിൽ ഇവിടെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്യുക. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. വീണ്ടും ആ കാലിൻ്റെ മേൽഭാഗത്ത് ജസ്റ്റ് ഒന്ന് പിടിച്ചു ബോഡിയോട് അടുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ കാലിൻ്റെ കണ്ണേൽ പിടിച്ച് ബോഡിയിലോട് അടുപ്പിക്കണം. എന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. വീണ്ടും നമ്മൾ റിലാക്സ് കൊടുത്തു. അടുത്ത പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാലിൽ കൊണ്ട് പിടിച്ചു വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏത് വശമാണ് ആ സൈഡ് ആദ്യം പിടിക്കുക. നമ്മൾ ഒരു കാല് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പിടിച്ചു. പിന്നെ അടുത്ത കാലിലൂടെ ഇങ്ങനെ പിടിക്കുക. ആദ്യം നമ്മൾ ഈ കാലിൻ്റെ പാദത്തിൽ പിടിച്ച് ചെറുതായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ കണ്ണയിലോട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി കൂടെ നന്നായിട്ട് ഇങ്ങനെ ശ്വാസം എടുത്ത് മുകളിൽ നോക്കാം. ഒന്ന് റെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഫ്ലെക്സിബിലിറ്റി ചെയ്യാം, ഇങ്ങോട്ടൊന്ന് സ്ട്രെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ വിടുക. നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കാലിനെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കിടക്കും. പിന്നെ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് ഈ കാലിൽ നിന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് ദണ്ഡാസനം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് തിരിഞ്ഞ് കിടക്കുക. നമ്മൾ തിരിഞ്ഞ് കിടന്ന് കഴിയുമ്പോൾ ആദ്യം നമ്മളുടെ നടുവൊന്ന് നോക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കൈ പതുക്കെ ഈ കാലിൻ്റെ പുറകിൽ എത്തിക്കുക. അതാണ് അതിന് തിരിച്ചൊരു ബോഡി സിസ്റ്റം ഓക്കാനായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബോഡീനെ പൊക്കി കാലിലൂടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ കാല് താത്തുക. കാല് താത്തിട്ട് നമ്മുടെ മുട്ട് ബോഡിയോട് ഇങ്ങനെ നന്നായിട്ട് അടുപ്പിക്കുക. കാലിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. പറ്റുമെങ്കിൽ ഇങ്ങനെ ഉള്ളിലെടുക്കുക. എന്നിട്ട് ഈ കാല് വീണ്ടും താട്ടി ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ട് കാല് നോക്കുക. വീണ്ടും ഈ കാല് ബോഡിയോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഒന്ന് സ്ട്രെച്ച് ചെയ്തു. ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക. വീണ്ടും ഒന്ന് മടക്കി കറക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിതൊന്ന് കറക്റ്റ് ചെയ്യുക. അത് ഇച്ചിരി പാടുള്ളതാണെങ്കിലും ബോഡിക്ക് ഒരുപാട് റിലാക്സ്, ഫ്ലെക്സിബിലിറ്റി, വയറ് കുറയാൻ, നടുവിൻ്റെ വേദന എല്ലാം മാറുന്നതാണ്.